സാറേ, യഹിയ സിൻവർ, അദ്ദേഹമാണ് ഹമാസിൻ്റെ പുതിയ തലവൻ. ഇല്ല, പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാം, പക്ഷെ അതിനകത്ത് ഒരു വാചകം എഴുതി ചേർക്കണം: എന്നെ കൊല്ലരുത്, പുരുഷനോട് ക്ഷമിക്കണം, എന്നെ കൊല്ലരുത് എന്ന് എഴുതി വെച്ചാൽ ഞങ്ങൾ വന്ന് ഇതിനകത്ത് ഈ വെടിനിർത്തൽ കരാർ ഇവർ ഇതുവരെ സമ്മതിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് ആൻ്റണി ബ്ലിങ്കൻ വന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് തിരികെ എത്തി, US സ്റ്റേറ്റ് സെക്രട്ടറി. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഇത് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഒരു വാചകം കൂടി എഴുതി ചേർക്കണം. അപ്പോൾ പേടിയുള്ള ആളാണോ അദ്ദേഹം? മോനൊക്കെ പേടിത്തോണ്ടാണ് പണ്ടേ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ. ഇവനൊക്കെ ആളെ കാണുമ്പോൾ ധൈര്യമുള്ളൂ. ബേസിക്കലി കീലേരി അച്ചുവാണ്, മനസ്സിലായേ? ഇവനൊന്നും ഒരു ധൈര്യമില്ല. ഇവന് ബേസിക്കലി കീലേരി അച്ചു. ഇവിടെയുള്ള കുറേ ആളുകൾ നിങ്ങളിവിടെ വലിയ ഡയലോഗ് അടിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ ഇവനൊക്കെ വേണ്ടിയിട്ട്. ആരുടെ നോക്കിയാണ്ടി ഒന്ന് പോടും. ഇത്രയേ ഉള്ളൂ ഇവന്മാരൊക്കെ കാര്യം. പാവമുള്ള ആളുകളുണ്ട്, അത് വേണം. അത് STP ഐക്കാരൊക്കെ അവരൊക്കെ നിരോധിച്ചിരിക്കുക. ഇവിടെ വേറെ കുറേ ബുദ്ധിജീവികളുണ്ടല്ലോ, അത് നിങ്ങൾ ആരോടാന്ന് ചോദിച്ചു അവനോട്. അപ്പോൾ ഇവരൊക്കെയാണ് ഇവന് വേണ്ടി വർത്തമാനം പറയാൻ വേണ്ടി നടക്കുന്ന ആളുകൾ. അതുപോലെ തന്നെയാണ് ഇവനും. അല്ല, അവിടെ ഈ വെടിനിർത്തൽ വരുന്നത് നല്ലതാണ്. ഒരുപാട് പാവങ്ങളാണ് ഇവനൊക്കെ വേണ്ടി അവിടെ ചാവുന്നത്. മണ്ണിന് വേണ്ടി ചാവുക എന്ന് പറയുമ്പോൾ ഇവന് ഒക്കെ വേണ്ടിയിട്ടാണ് ചാവുന്നത്. അപ്പോൾ ഇവൻ ഇപ്പോൾ ഏതായാലും ഇവൻ ജീവിച്ച് കിടന്നിട്ടാണെങ്കിൽ പോലും പാവങ്ങൾ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുക. പക്ഷേ ശാശ്വതമായ സമാധാനമൊന്നുമല്ല. ഇസ്രായേൽ ഈ ലെബനീസ് ആക്രമണത്തോടുകൂടി വളരെ കൃത്യമായിട്ട് ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത് ഗ്രേറ്റർ ഇസ്രായേലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് ഈ രീതിയിൽ അറ്റാക്ക് ഇപ്പം ലെബനനിൽ നടത്തേണ്ട ആവശ്യമില്ല. എപ്പോഴും അവിടെ തൊട്ട് ഹെസ്ബോളയ്ക്ക് 2 അടി കൊടുത്ത് ഒതുങ്ങലാണ്. അപ്പോൾ ശരിക്കും ഈ കാനനൈറ്റ് ദേശത്തിൻ്റെ ഭാഗമാണ് ലെബനൻ. ഇവർക്ക് വാക്താത്ത ഭൂമി എന്ന് പറയുന്നത്. ഇവരവിടെ വരുന്നതിൻ്റെ അവിടെ ഫിനീഷ്യൻസ് താമസിച്ചിരുന്നു എന്നൊക്കെ വേറെ കാര്യം. അവരെ പക്ഷേ ഇവന്മാർക്ക് ദൈവം കൊടുത്താണല്ലോ, പിന്നെ ഞങ്ങൾ വാക്കില്ലല്ലോ. അപ്പോൾ ഇവരുടെ അതിൻ്റെ ഭാഗമാണ്. അപ്പം രണ്ടാമത്തെ അമേരിക്കയുടെ ഗ്രേറ്റർ അജണ്ടയുടെ ഭാഗമാണ് ഏഷ്യയിലെ ഒരു സൂപ്പർ പവർ. ചൈനയാണല്ലോ ഏഷ്യയുടെ സൂപ്പർ പവർ. അതിനെ ഒതുക്കുക എന്നുള്ളത്. ചൈനയെ ഒതുക്കുക. പിന്നെ മാത്രമല്ല ഈ തന്ത്രപ്രധാന മേഖലയിൽ അവർക്ക് സ്വാധീനം വേണം. അതുകൊണ്ട് അത് ഗ്രേറ്റർ ഇസ്രായേലിലേക്ക് പോകുന്നത്. പിന്നെ സൂയസ് കനാലിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കും. ഇതൊന്നും ഒരു ദിവസം കൊണ്ടല്ല, ഘട്ടം ഘട്ടമായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ പരിപാടീൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരെ ഒപ്പിട്ടാൽ പോലും അത് പരിധി കൂടുതലൊന്നും നീണ്ടു നിൽക്കില്ല. ഇനി ഇവന്മാർ പൊട്ടിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ആരെങ്കിലും വിലക്കെടുത്തിട്ടൊന്നും പൊട്ടിക്കുന്നത് അതിൻ്റെ പേര് അവർ യുദ്ധം ചെയ്യും. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. പിന്നെ ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ലോകത്തിന് മനസ്സിലാവും. എന്താ രക്തസാക്ഷിയാകുകയാണ്, അത് കഴിഞ്ഞിട്ട് ഷഹീദാവുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവനല്ലേ. അവനാണ് ഈ പറയുന്നത് അവന്മാരെ കാലം പുറത്തിറങ്ങുന്നില്ലല്ലോ. അതാ പറഞ്ഞത്, പുറത്തിറങ്ങി ഒരു തീർക്കുമെന്നറിയാം. അതാണ് അല്ല തീർക്കാൻ അവർക്ക് അറിഞ്ഞൂടായിട്ടൊന്നുമില്ല. ഇസ്രായേലിൽ അവനെ ഞാൻ നിങ്ങളോട് പറയാറില്ലേ, അവനെ ഈ ഒഴിഞ്ഞിട്ട് വെച്ചിരിക്കണം, കോയിന് ഒഴിഞ്ഞ് വെച്ചതുപോലെ. അവർ സൗകര്യമുള്ളപ്പോൾ അവർക്ക് വേണ്ട സമയത്ത് തട്ടും. പിന്നെ തട്ടരുതെന്നുള്ള ഉറപ്പായി ഇപ്പം മേടിക്കാൻ ശ്രമിക്കുന്നത്. ഇനിയെങ്കിലും മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇങ്ങനെയുള്ള കുറേ ഈ പറയുന്നതിൻ്റെ മാതിരി ഈ സമുദായ ദ്രോഹികളുടെയും മനുഷ്യകുലത്തിന് തന്നെ ദ്രോഹികളുടെയും പ്രൊപ്പഗാൻഡിസ്റ്റിനെ വാക്കിൽ വീണ് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പോയി ചാടരുത്. കള മറന്നിട്ട് വേണം കളിക്കാൻ. അതുമാത്രമല്ല, ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കുന്ന പരിപാടി. ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ബേസിക്കലി മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്. എല്ലാവരുടെയും ബേസിക്കലി മുസ്ലിങ്ങളെ മിത്രങ്ങളാണ്. എല്ലാവരുടെയും മിത്രങ്ങളാണ് ഹിന്ദുക്കൾ. ഇവിടെ ഹിന്ദുവിനെതിരാണ് ഏറ്റവും വലിയ ഫൈറ്റ്. പേര് ഹിന്ദുത്വം എന്നൊക്കെ പറയുമെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം പറയുന്നിട്ട് മമതാ ബാനർജി തകർന്നാൽ വരാൻ പോകുന്നത് BJP ആണ്. അതുകൊണ്ട് മമതാ അവിടെയുള്ള സകല തോന്നിയാസങ്ങൾക്കും കൂട്ടുവെക്കുന്ന ആളാണ്. കൂട്ടുകാർ നേരിട്ടല്ല ഞാൻ പറയുന്നത്. അത് വിചാരിച്ച അറ്റാക്കിൽ ആ ഡോക്ടർക്കെതിരെയുള്ള അറ്റാക്കിൽ അവർക്ക് നേരിട്ട് പങ്കുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവിടെയുള്ള ഗുണ്ടായുസത്തിനെല്ലാം കുടപിടിക്കുന്ന ഒരാളാണ് മമത. അപ്പോൾ ആ മമത തകരാൻ പാടില്ല, അതിനപ്പുറത്ത് BJP വരും. ഇത് ഇങ്ങനെ കുറേ എണ്ണമുണ്ട്. ഇവരാണ് ഈ സമുദായത്തെ പിന്നോട്ട് വലിക്കുന്നത്. അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ തലവനാണ് ഈ പറയുന്ന സിൻവർ. അതായത് അമേരിക്ക, ഖത്തർ, ഈജിപ്റ്റ് ഈ 10 മാസം പിന്നിടുകയാണ് ഈ യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോൾ അമേരിക്ക, ഖത്തറും ഈജിപ്റ്റുമാണ് ഇപ്പോൾ മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന 3 രാജ്യങ്ങൾ. ഈജിപ്തിലാണല്ലോ ഇതിൻ്റെ ഒരു സമാധാന ചർച്ചയൊക്കെ തുടങ്ങാം എന്നവർ പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നത്.
പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളൊന്നും ഞങ്ങൾക്ക് പൂർണ്ണമായി ഗാസ ഞങ്ങൾക്ക് പൂർണ്ണമായി വിട്ടുതരണം എന്നാണ് ഈ ഹിസ്ബുള്ളയുടെ അതിന് ഇസ്രായേലിൽ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല. ഹമാസിൻ്റെ നടക്കുകയില്ല. ഗാസ വിട്ട് പിന്നെ രണ്ടാമത് റീചാർജ് ചെയ്ത് പിന്നെ അവിടെ പോയി പൊട്ടിക്കില്ലേ. ഈ തമിഴ് തീവ്രവാദികൾക്ക് കൊണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവർ എല്ലാം കൂടി അടിയൊക്കെ കിട്ടി ക്ഷീണിച്ചിരിക്കും. ഒരു യുദ്ധവിരാമം ഇടയ്ക്കിടയ്ക്ക് ഈ സമയത്ത് ഈ നാടുകൾ പോയി ലോകത്തെ എല്ലാ ആയുധങ്ങളും മേടിച്ചുട്ടി അതിശക്തമായി തിരിച്ചടിക്കും. ഇത് അവസാനിപ്പിച്ച രജപക്ഷയാണ്. ഇതേ പരിപാടിയാണ്. അതുപോലെ തന്നെ കാശ്മീർ തീവ്രവാദികൾ എടുക്കൊരു വെടിനിർത്തലങ്ങൾ ഒക്കെ ആയിരിക്കും. എന്നിട്ട് ആയുധങ്ങൾ മേടിച്ചോട്ടും. ഈ കളി ഇസ്രായേലിനോട് നടക്കും. ആമാരാര മക്കള്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് അവർക്ക് ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം വേണം. അതെ, ഗാസ ഇസ്രായേലിന്റെ ഭാഗം നോക്കണം, നിയന്ത്രണം അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇവർ നേരെ തിരിച്ചും പറയുന്നുണ്ട്. അതല്ലെങ്കിൽ അവർ റീചാർജ് ചെയ്ത് തിരിച്ചടിക്കും. ഒരു തലവേദനയായിരിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി ഗസയും വെസ്റ്റ് ബാങ്കും നല്ല അവരുടെ പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. അവർക്ക് ലെബനൻ പിടിക്കണം, സിറിയ പിടിക്കണം, ജോർദാൻ, ഇതൊക്കെ അവരുടെ കാനനൈറ്റ് ദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ്. ജോർദാൻ്റെ ചില ഭാഗങ്ങൾ പിടിക്കണം. പിന്നെ സൂയസ് കനാൽ കടന്നുകൊണ്ട് ഈജിപ്തിൻ്റെ ഭാഗം പിടിക്കണം. എങ്കിലേ ഇവർ തൽക്കാലത്തെ തൃപ്തി അടയുള്ളൂ. ഇങ്ങനെ എന്ത് സംഭവിക്കുന്നു ഞാൻ പറഞ്ഞുതരാം. ഇതോടുകൂടി മുസ്ലിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ലോകത്തുള്ളത് എന്ന് ഈ മുസ്ലിം മിതവാദികൾ പോലും ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക. എങ്ങനെയെങ്കിലും പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് ഈ ആറ്റം ബോംബ് വെളിയിച്ചടിയും ചെയ്യും. അതിനുവേണ്ടി ശ്രമിക്കും. ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ മിതവാദികളെ പോലും തീവ്രവാദികളാക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ കൊണ്ടുപോകും. ഇസ്രായേലിൻ്റെ കയ്യിൽ ലേശം കുരുത്തക്കേടുണ്ട്. അല്ല, കുരുത്തക്കേടുണ്ട്. അവരവിടെ വെച്ച് നിർത്തില്ല. ഇസ്രായേൽ ജൂതരാഷ്ട്ര സ്ഥാപനം മാത്രമല്ല അവരുടെ ലക്ഷ്യം. അതൊക്കെ ഓൾറെഡി അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അവിടെ 2 രാജ്യങ്ങളല്ലേ, ഒന്ന് ജൂഡിയ എന്ന് ഇസ്രായേൽ, 2 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒന്നിലെ ഗോത്രങ്ങൾ ഏതാണ്ട് പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടുണ്ട്. ഇവർ നമ്മൾ പണ്ട് പരസ്പരം അടിയായിരുന്നു, ഭയങ്കര അടിയായിരുന്നു. ആരൊക്കെയാ? ഈ ഇസ്രായേലും ജൂഡിയയും തമ്മിൽ ഭയങ്കര അടിയായി. യുദ്ധായ 2 രാജ്യങ്ങളല്ലേ ഉണ്ടായിരുന്നത്. അവന്മാർ ഭയങ്കര അടിയായിരുന്നു. അതല്ല ഈ ബൈബിൾ മൊത്തം അവന്മാരെ ശവിക്കുന്നതല്ലേ. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നശിച്ചു പോവും, കല്ലോട് കല്ലായി പോവും, മറ്റേ മണ്ണ് തിന്നും, ചോര തുപ്പും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശാപമാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് മൊത്തം. കാരണം അവന്മാരെ കയ്യിലിരിക്കുക. ഇവന്മാരുടെ സ്വഭാവം അത് തന്നെ. ഇവന്മാരുടെ ബേസിക് ക്യാരക്ടർ അത് തന്നെ. ഇപ്പം അത് കുറേ ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യൻസ്, ഈ അമേരിക്കൻ ബേസിക് ഇവാഞ്ചലിസ്റ്റ് ക്രിസ്ത്യൻസ് ഉണ്ട്. അത് ലോകാവസാനം നടക്കുമെന്നൊക്കെ വിചാരിക്കാൻ നടക്കുന്ന ആളുകളായി. അന്ത്യക്രിസ്തു വരും, അതൊക്കെ അവരുടെ വിശ്വാസമാണ്. ലാറ്റിനും റോമനൊക്കെ അത് വിശ്വസിക്കുന്നുണ്ട്. അവരത്ര തീവ്രമായിട്ട് അതിൻ്റെ പിന്നാലെ ഒന്നും പോകുന്നില്ല. ഇവരങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ് ശരിക്കും. ക്രിസ്തു വരും, അവസാനം എല്ലാവർക്കും മോചനം നൽകും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ അതിന് എന്ത് ചെയ്യണം, ഇസ്രായേൽ രാജ്യം അവിടെ സ്ഥാപിക്കപ്പെടുകയും ജൂതന്മാർ ജീസസിനെ രാജാവായിട്ട് അംഗീകരിക്കുകയും വേണം. അതുകൊണ്ട് ഇപ്പോൾ ജൂതന്മാർ ഇത് വിട്ട് കഴിഞ്ഞാൽ അവന്മാർ സമ്മതിക്കില്ല. ഈ ബാപ്റ്റിസ്റ്റുകളും മറ്റും സമ്മതിക്കില്ല, അവർ ഇവാഞ്ചലിക്കൽ സമ്മതിക്കില്ല. അവന്മാർ ഇവന്മാരെ കൊണ്ട് ചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവസാനം ഇതങ്ങനെ സംഭവിക്കും. അങ്ങനെ പാകിസ്ഥാൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ടല്ലോ. ഇതെങ്ങനെ പുറത്ത് കാണുന്ന അവസ്ഥയിലേക്ക് ഇത് കൊണ്ടു നിർത്തി ഇങ്ങനെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കണം. ഉള്ള ഇസ്രായേൽ കൊണ്ട് അവർ ഹാപ്പിയായി നിന്നോളും. എന്നിട്ട് ഈ ഗസയിലെയും മറ്റേ പ്രശ്നങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ഇവർക്കൊക്കെ തലവേദനയാണ് ഇവന്മാർ. ഈ ഈജിപ്തിൻ്റെയും ജോർദാൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഇതങ്ങ് തീർത്ത് കളയണം. ഇതല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഭൂമി മനുഷ്യന് വാസയോഗ്യമല്ലാത്തൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് ഇത് പോകും. കാരണം സഹി കെട്ട് കഴിഞ്ഞാൽ ഇവന്മാർ പിന്നെ എന്ത് ചെയ്യും? ഇവന്മാരെ ഈജിപ്തിലെ ഭൂമി പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ സിറിയ പിടിച്ചെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവന്മാരെ ഈ ഇത്രയും കാലം കൊണ്ട് ഇവന്മാരുണ്ടാക്കി പോയ കാശില്ലേ, ആ കാശ് മുടക്കി ഇവന്മാരെ ആറ്റം ബോംബ് എടുത്ത് സംഘടിപ്പിച്ചാൽ എന്ത് ചെയ്യും? അതാണ് ഇപ്പം മുസ്ലിം ലോകം ഒരു വലിയ പൊട്ടി. ഇപ്പം ഇത്രയും മുസ്ലിങ്ങൾ ലോകത്തുണ്ടായിട്ട് ചെറിയൊരു വിഭാഗം മാത്രമേ ഈ തീവ്രവാദക്കാർ ബന്ധപ്പെട്ട് പോകുന്നുള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ പൊതുവേ മുസ്ലിംസ് നീതി ലഭിക്കുന്നുള്ള ഫീൽ ലോകത്തുണ്ട്. ഇത്രയും ഇവന്മാർ കുടുത്തക്കേട് ഉണ്ടാക്കിയിട്ട് നീതി ലഭിക്കുന്നു എന്നുള്ള ഫീലുണ്ട് ലോകത്ത്. അമേരിക്ക വിചാരിച്ചാൽ ഈ അറബ് രാജ്യങ്ങളെ ഇല്ലാതാക്കാനാണ് ബുദ്ധിമുട്ട്. ആ ഫീൽ ഇല്ലാതാവുന്നതോടുകൂടി പിന്നെ ഇവർ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും. ഇസ്രായേലിൻ്റെ കളി കണ്ടിട്ട് ഇത് പെട്ടെന്ന് തീരുമെന്ന് തോന്നില്ല. തൽക്കാലം ഒരു വെടിനിർത്തലൊക്കെ നടത്തി ഒന്ന് ഇസ്രായേലിന് വേണമല്ലോ റീചാർജ് ചെയ്യണ്ടേ. നിരന്തര യുദ്ധമല്ലേ, അതിലുണ്ടാക്കിയ ചെക്ക തീർന്നിട്ടുണ്ടാവും. അപ്പം പിന്നെ കുറേ പുതിയ ആയുധങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനിപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ചെയ്യണം. അങ്ങനെയുള്ള പല പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇത് അതുകൊണ്ടൊരു വെടിനിർത്തൽ ഒരു പക്ഷേ പോകാൻ മതി. പക്ഷേ യുദ്ധമൊന്നും തീരില്ല. ഇനിയിപ്പോൾ ഹമാസാരും മിണ്ടാതെ ഇരുന്നാലും ഇസ്രായേൽ എവിടുന്ന് 2000-ൻ്റെ വാടകയ്ക്ക് എടുത്തിട്ടെങ്കിലും പൊട്ടിക്കും. പക്ഷേ ഹമാസ് ബേസിക്കലി തീവ്രവാദ സംഘടനയാണ്. അപ്പോൾ ഹമാസിനെ എതിർക്കുക എന്നുള്ളത് മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന ഏതൊരാളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് അവർ ഹമാസിനെ ഉന്മൂലനം ചെയ്യും
എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ത് വില കൊടുത്തു? പക്ഷേ ഹമാസിനെ തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ക്രിറ്റിസിസം നമ്മൾ ഇസ്രായേലിലേക്കാണ്. ഇവിടെ പലരും പറയാറുണ്ട് ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെടും മറ്റേതാണ് ഒരുപാട് ആളുകൾ പറയുന്നതൊക്കെ അവിടുന്ന്. പക്ഷേ ഇതിൻ്റെ അവസാനം എന്താണെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ആ ഇത് പറഞ്ഞ അവസ്ഥ, അതായത് ഹമാസ് പറയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൂർണ്ണമായി പിന്മാറണം, ഗാസയിൽ നിന്ന് പൂർണ്ണമായി ഇസ്രായേൽ പിന്മാറില്ല. ഇസ്രായേൽ പറഞ്ഞ തന്നെ റഫ അതിർത്തി അവർ കൺട്രോൾ ചെയ്യും, പ്രധാനപ്പെട്ട വഴികളെല്ലാം അവർ കൺട്രോൾ ചെയ്യും, അവരുടെ പ്രസൻസ് അവിടെ ഉണ്ടാവും, അവരുടെ സെറ്റിൽമെൻറ്റും അവരുണ്ടാക്കും. അപ്പോൾ ഇത് ഒക്കെ കഴിഞ്ഞ തവണ ഈ ഇസ്രായേൽ അടിച്ച അടിക്ക് അവർ കൊടുക്കുന്ന അവർ ചുമത്തിരിക്കുന്ന പിഴയാണ്. പിന്നെ ആ സിൻവാറിനെ തൽക്കാലം കൊല്ലില്ല എന്ന് പറയും. അതൊന്നും ഇസ്രായേലാണ് വിശ്വസിക്കേണ്ട, നേരിട്ട് കൊല്ലില്ല. അവർ പലസ്തീൻ യാസർ അറാഫത്ത് ചെയ്ത പോലെ അവന്മാർ പൊളോണിയം കുത്തിയും. എന്ത് ചെയ്യുന്നു? അതെ.